മൈക്രോസോഫ്റ്റ് എക്സൽ ബേസിക് എക്സൽ വീഡിയോ പാർട്ട് 3 മൂന്നാമത്തെ വീഡിയോ നമുക്കൊന്ന് നോക്കാം. ആദ്യം എങ്ങനെ ഇത് സേവ് ചെയ്യാൻ നോക്കാം. ഇത് ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചൊരു മാർക്ക് ലിസ്റ്റാണ്. അപ്പോൾ ഈ ഒരു മാർക്ക് ലിസ്റ്റ് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. ആദ്യം ഫയൽ ഓപ്പൺ ചെയ്യാം, സേവ്, ഏതെങ്കിലും ഒരു ഫോട്ടോയിൽ. ഇപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പ് തന്നെയാണ് സേവ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ഞാൻ ജെസ്സി എന്ന് കൊടുക്കുന്നുണ്ട്. മിസ്സിൻ്റെ പേര് തന്നെ കൊടുക്കുന്നുണ്ട്, ജെസ്സി എന്ന് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കും. അപ്പം ജെസ്സി എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം ജെസ്സിയും പറഞ്ഞ് ഈ ഒരു ഷീറ്റ് സേവ് ആയിരിക്കുകയാണ്. അപ്പം ഫയലിൽ പോവുക, സേവ് എടുക്കുക, നമുക്ക് ഏതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാം, എന്നിട്ട് സേവ് ആക്കുക. അപ്പോൾ സേവ് ആയിട്ടിരിക്കുക. ഇനി ഇതൊരു ബോർഡറിൻ്റെ ഉള്ളിലേക്ക് ആക്കാം. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ കീബോർഡിലാണ് സെലക്ട് ചെയ്യുന്നത്. ഷിഫ്റ്റ് എറോ കീ വെച്ചിട്ട് ഫുള്ള് സെലക്ട് ചെയ്തതിന് ശേഷം ആൾട്ട് HBA ബോർഡറിൻ്റെ ഷോർട്ട് കട്ടാണ്, ഓൾ ബോർഡർ ആയിരിക്കുന്നതാണ്. അപ്പം ഇതല്ലാതെ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മൗസ് കൊണ്ട് സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. ഇവിടെ വന്ന് നമുക്ക് ഏത് ബോർഡറാണോ വേണ്ടത് ആ രീതിയിൽ ബോർഡർ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾ ബോർഡർ ആണെങ്കിൽ ഓൾ ബോർഡർ. ഇനിയിപ്പോൾ ഇവിടെ നോ ബോർഡർ വേണ്ടെങ്കിൽ നോ ബോർഡർ എന്ന് അടിച്ചാൽ മതി. എങ്ങനെയാണോ ബോർഡർ സെറ്റ് ചെയ്യേണ്ടത് അതുപോലെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റുഡൻറ്റ് മാർക്ക് ഷീറ്റ് എന്നുള്ളത് ഒരു സെല്ലാക്കാം. ഒരു സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സെൻറ്ററിലേക്ക്, ഈ ഒരു ഷീറ്റിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് മർജ് സെൻറ്റർ എന്നുള്ള ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു മർജ് സെൻറ്റർ, അപ്പം ഈ ഒരു മാർക്ക് ഷീറ്റിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു സെല്ലായി മാറിയിട്ട് സെൻറ്റർ ഭാഗത്തേക്കായിട്ട് വന്നിരിക്കുന്നതാണ്. ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് വന്ന സ്റ്റുഡൻറ്റ് മാർക്ക് ഷീറ്റ് എന്നുള്ളത് നമുക്ക് ബോൾഡ് ആക്കാം. അത് സെലക്ട് ചെയ്യുക, ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്യുക, Ctrl+B. അപ്പം ഈ ഒരു മാർക്ക് ഷീറ്റ് ബോൾഡ് ആയിരിക്കുകയാണ്. അതല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൗസ് കൊണ്ട് സെലക്ട് ചെയ്യുക, ഇവിടെ വന്നിട്ട് ഈ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്യാമോ ബോൾഡായി മാറും. അതിൻ്റെ ഷോർട്ട് കട്ടാണ് Ctrl+B. ഓക്കെ, അടുത്ത നമുക്ക് താഴെ ഈ ഒരു ഇത് ഓൾറെഡി ബോൾഡായിട്ടാണുള്ളത്, അത് ഇറ്റാലിക്കാക്കാം. ഇവിടെ വന്ന് ഇറ്റാലിക്കാക്കാം. അത് കീബോർഡിൽ ഷോർട്ട് കട്ടായി Ctrl+I അടിച്ചു കഴിഞ്ഞാൽ, Ctrl+I അടിച്ചു കഴിഞ്ഞാൽ കീബോർഡിൽ ഷോർട്ട് കട്ടായിട്ട് മാറും. ഇതിപ്പോൾ Ctrl+I ഇറ്റാലിക്കായിട്ട് വന്നിരിക്കുകയാണ്. Ctrl+I. ഇനി ഈ ഒരു സ്റ്റുഡൻറ്റ് മാർക്ക് ഷീറ്റിന് അണ്ടർലൈൻ കൊടുക്കണമെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ മൗസ് ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്യുക, അണ്ടർലൈന്. അപ്പം അണ്ടർലൈന് വന്നിരിക്കുകയാണ്. അപ്പം ഈ ഒരു 3 ഓപ്ഷനും നമ്മൾ നോക്കി. നാലാമത്തെ ബോർഡർ നോക്കി. ഈ ഒരു കളർ ഫില്ല് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്യുക, ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ കളർ സെലക്റ്റായി. ഇനിയിപ്പോൾ ഈ ഒരു ഫോണ്ട് കളർ ചേഞ്ച് ചെയ്യാണ്, സെലക്ട് ചെയ്യാം. ഇവിടെ വന്ന് ഇത് ഏത് കളറിലാണോ, ഇപ്പോൾ റെഡ് കളറിലാണ് സെലക്ട് ചെയ്തത്, ഇപ്പോൾ റെഡ് കളറായി. അടുത്തായിട്ട് ഈ ഒരു ഓപ്ഷൻ നോക്കാം. ഇൻക്രീസ് ഫോണ്ട് സൈസ് ആണ്, ഇത് ഡിക്രീസ് ഫോണ്ട് സൈസാണ്. ഇൻക്രീസ് ഫോണ്ട് സൈസ് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്രീസ് ആവും. ഇനിയിപ്പം ഡിക്രീസ്. ഇനി ഈ ഒരു ഫോണ്ട് സൈസ് മാറ്റണമെങ്കിൽ ഇപ്പോൾ ഉള്ളത് ഫോണ്ട് 11ലാണ്, അത് നമുക്ക് 12ലേക്കാക്കാം. ഈ ഒരു ഓപ്ഷൻ അതിനാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഈ ഒരു ഓപ്ഷൻ നോക്കാം. അലൈൻമെൻറ്റാണ്. അലൈൻമെൻറ്റിൻ്റെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അലൈൻമെൻറ്റ് ഒപ്പിക്കാൻ നമുക്ക് പറ്റും. അടുത്തതായിട്ട് ടോട്ടൽ എന്ന് പറയുന്നൊരു കോളും പാസ് ഫെയിൽ ഒരു കോളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്.
ഷിഫ്റ്റ് എയറോ കീ വെച്ച് സെലക്ട് ചെയ്തിട്ട് ആൾട്ട് HBA ഓൾ ബോർഡർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോളം സൈസ് അഡ്ജസ്റ്റ് ആക്കുന്നത് നോക്കാം. ഇനി സൈസ്, കോളത്തിൻ്റെ സൈസ് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുന്നത് ക്ലിക്ക് ചെയ്ത് വെച്ച് എത്രയാണോ നമുക്ക് ആവശ്യം ആ രീതിയിൽ നമുക്ക് വലുതാക്കാം. ഇവിടെ നെയിമിൻ്റെ കോളം ജസ്റ്റ് വലുതാക്കാം. അടുത്തതായിട്ട് ഈ റാപ്പ് ടെക്സ്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അടുത്ത ഓപ്ഷനാണ് ഈ ഒരു പാസ് ഫെയിൽ എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കുക, സെലക്ട് ചെയ്യുക. ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നുണ്ട്, റാപ്പ് ടെക്സ്റ്റ്. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇത് ഒരേ സെല്ലിൽ രണ്ടും വന്നിട്ടുണ്ട് കാണുന്ന രീതിയിൽ. ആദ്യം നേരത്തെ കാണാത്ത രീതിയിലുള്ളത് അത് നമുക്ക് അഡ്ജസ്റ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെയാക്കാം. അപ്പം ഏതൊരു സെല്ലിൽ കൊള്ളാത്തത് നമുക്ക് റാപ്പ് ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട് സെല്ലും ഇവിടെ എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം. ഇത് ഇവിടെ റാപ്പ് ടെക്സ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അടുത്തായിട്ട് ഒരു ഓപ്ഷൻ നോക്കാം, സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള ഈ ഓപ്ഷൻ നോക്കാം, അലൈൻമെൻറ്റിൽ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് എങ്ങനെയാണോ ഹെഡിങ് വേണ്ടത് ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ഓപ്ഷൻ നോക്കാം, സെലക്ട് ചെയ്തിട്ട് തന്നെ അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്ത് നോക്കാം, വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നോക്കാം, ഇങ്ങനെ വരും. അടുത്ത് റൊട്ടേറ്റ് ടെക്സ്റ്റ് അപ്പ് എന്നുള്ള ഈ ഓപ്ഷൻ നോക്കാം, ഈ രീതിയിലാണ് വരിക. വേറൊരു ഓപ്ഷൻ നോക്കാം, ഇങ്ങനെ വരും. നമുക്ക് ഏത് രീതിയിലാണോ ചെരിവ് വേണ്ടത് ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ പഴയതുപോലെ തന്നെ സെറ്റ് ചെയ്യാണ്. അടുത്ത ഓപ്ഷൻ നോക്കാം, ഈ ഒരു ഓപ്ഷൻ അലൈൻമെൻറ്റിലെ ഈ ഒരു ഓപ്ഷൻ നോക്കാം. നമ്മൾ ഈ ഒരു നെയിം എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത്, ഇത് ലെഫ്റ്റ് മൂവ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്ക് റൈറ്റ്, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അലൈൻമെൻറ്റ് ഒപ്പിക്കാൻ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. ഇനി അടുത്ത് നമ്മൾ സം വയ്ക്കുന്നതാണ്. സമ്മിൽ നിന്ന് ഇവിടെ ഓട്ടോമാറ്റിക് സമ്മ് എൻ്റർ ഇതിൻ്റെ ഡ്രാഗ് ചെയ്യുക, തായോളം കിട്ടും. അതേപോലെ തന്നെ കൺട്രോൾ സെറ്റ് അടിച്ചിട്ട് അൺഡു ചെയ്തിട്ടുണ്ട്. ഈക്വൽ ടു SUM ബ്രാക്കറ്റ് ഓപ്പൺ, ഈ രീതിയിലും എൻ്റർ അടിച്ചിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമ്മ് കിട്ടും. അടുത്തായിട്ട് ഫോണ്ട് ടെക്സ്റ്റ് മോഡൽ ഒന്ന് നോക്കാം. അത് ഈ ഒരു ഓപ്ഷനാണ്. നമുക്കിപ്പോൾ ഈ ഒരു ഭാഗം മോഡലൊന്നും നോക്കാം. ഈ ഒരു മോഡൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരും. നമുക്ക് ഇഷ്ടമുള്ള മോഡൽ ഇവിടുന്ന് ടെക്സ്റ്റിൻ്റെ മോഡൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ പഴയ പോലെ തന്നെ ആക്കുന്നുണ്ട്. അടുത്തായിട്ട് ഒരു കോളം ആഡ് ചെയ്യാൻ എങ്ങനെ നോക്കാം. ഫസ്റ്റ് തന്നെ ഈ ഒരു കോളം സെലക്ട് ചെയ്യാം, Ctrl+. അപ്പോൾ ഇവിടെ ഒരു കോളം ആഡ് ചെയ്തിട്ട്, അതുപോലെ തന്നെ റോ ആഡ് ചെയ്യണമെങ്കിൽ ഇതേപോലെ തന്നെ സെലക്ട് ചെയ്യുക, ഫുള്ള് സെലക്ട് ചെയ്ത് തന്നെ Ctrl+. അപ്പം ഒരു റോ ആഡ് ചെയ്ത്, ഇനി അത് ഡിലീറ്റ് ചെയ്യാൻ കൺട്രോൾ കീബോർഡിൽ Ctrl-. ഇവിടെ ഇപ്പം ഏവറേജ് എന്നുള്ളൊരു കോളം കൂടി ആഡ് ചെയ്യുന്നതാണ്.
ഓക്കെ. റോ മൗസിൽ എങ്ങനെയാണ് റോ നമ്മൾ ഷോർട്ട് കട്ടായിട്ട് കീബോർഡിലാണ് ചെയ്തത്. ഇനി മൗസ് കൊണ്ട് എങ്ങനെ ഈ റോ ആഡ് ചെയ്യാൻ നോക്കാം, അല്ലെ കോളം ആഡ് ചെയ്യാൻ നോക്കാം. ഇപ്പം ഇവിടെ ഒരു കോളം നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഇൻസേർട്ട് ഓപ്ഷൻ വരിക, എന്നിട്ട് കോളം ഓക്കെ കൊടുത്ത് വെച്ചാൽ ഒരു കോളം ആഡ് ആവും. അതേപോലെ തന്നെ ഇവിടെ റോ ആഡ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഇൻസേർട്ട് ഓപ്ഷൻ കൊടുക്കുക, ഇവിടെ റോ എന്നുള്ള ഓപ്ഷൻ വരും, കൊടുക്കുക. അപ്പോൾ റോ ഇവിടെ ആഡായി. ഏവറേജ് എങ്ങനെ കാണാൻ നോക്കാം. ഈക്വൽ ടു ഏവറേജ് എന്നുള്ള ഇതാക്കി ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക. എന്നിട്ട് നമുക്ക് കീബോർഡിൽ സെലക്ട് ചെയ്യാം. 85 ആണ് ഇതിൻ്റെ ഏവറേജ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്താൽ സെയിം ആൻസർ വരും. ഏവറേജ് ഇങ്ങനെ കാണാം. ഈക്വൽ ടു ടോട്ടൽ മാർക്ക് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സബ്ജക്റ്റ്. നമ്പർ ഓഫ് സബ്ജക്റ്റ് 1 2 3 4 5 സബ്ജക്റ്റ് ആണുള്ളത്. 85 ഇങ്ങനെ വരും. അപ്പോൾ ഇത് ഡ്രാഗ് ചെയ്താലും ആൻസർ നമുക്ക് കിട്ടും.